വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യലിൻ്റെ 3ാമത്തെ ചാപ്റ്ററായ ഭരണഘടനയെക്കുറിച്ചാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് കുഞ്ഞുങ്ങളെ പഠിക്കുന്നത്. അത് 3ാമത്തെ ചാപ്റ്ററാണ്. അപ്പം നോക്കിക്കേ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ച നീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ. ഇത് മഹാത്മാഗാന്ധിയുടെ ഒരു കുറിപ്പാണ് കേട്ടോ. ഉണ്ട്, മുകളിലെ ഉദ്ധരണി വായിച്ചുവല്ലോ. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് മൊത്തവും വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ടെസ്റ്റും നോട്ടും എല്ലാം കൂടെ ഒരുമിച്ച് പറ്റാത്തതുകൊണ്ട് പ്രധാനപ്പെട്ടത് ക്വസ്റ്റ്യനും ആൻസറും ഞാൻ എഴുതി ഓൾറെഡി വെച്ചിട്ടുണ്ട്. നമുക്കത് പഠിക്കാം. What ideas did Gandhiji wish to have in the future constitutions of India? ഇംഗ്ലീഷ് മീഡിയക്കാർ എഴുതിക്കോണോ നിങ്ങളെ? ഇംഗ്ലീഷ് മീഡിയക്കാർ അവർക്കുള്ളതുണ്ട്, മലയാളം മീഡിയക്കാർക്ക് അവർക്കും ഉള്ളതുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട, രണ്ട് കൂട്ടുകാർക്കും ഇത് എഴുതാം. നോക്കൂ നിങ്ങളെ. വാട്ട് ഐഡിയാസ് ഡിഡ് ഗാന്ധിജി വിഷ് ടു ഹാവ് ഇൻ ദ ഫ്യൂച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഭരണഘടനയിൽ ഏതെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് നമ്മുടെ ഗാന്ധിജി ആഗ്രഹിച്ചത്? ഇന്ത്യയുടെ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇനി അതിൽ ഓർത്തോ നിങ്ങളെ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടന എന്നാണ്. അത് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഏതെല്ലാം ഐഡിയ അല്ലെ ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് നമ്മുടെ ഗാന്ധിജി ആഗ്രഹിച്ചത്? എന്തെല്ലാമാണ്? സോവറിനിറ്റി. സ്പെല്ലിംഗ് എല്ലാം നല്ലപോലെ അറിയണേ നിങ്ങളെ. ഈ വാക്കുകളൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നത് കാണും ചിലതൊക്കെ കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ഇതൊക്കെ പഠിച്ചെങ്കിലേ ഒക്കും. സോവറിനിറ്റി എന്ന് വെച്ചാൽ പരമാധികാരം, ഇക്വാളിറ്റി തുല്യത, ഫ്രട്ടേണിറ്റി സാഹോദര്യം, ജെൻഡർ ജസ്റ്റിസ് ലിംഗനീതി, സെക്യുലാരിസം മതേതരത്വം, ഇങ്ങനെ കുറേ ഉണ്ട്. ഞാൻ ചെറുത് നോക്കി, ഇത് ചെറുതാണോ എന്നായിരിക്കും, പക്ഷേ ഇതൊന്നും നമുക്ക് ഒഴിച്ചുകൂടാത്ത പോയിന്റുകളാണ്. ഇനി അങ്ങോട്ടുള്ളതിലാണെങ്കിൽ ഉള്ളതിലേക്കും ചെറിയ സെൻറ്റൻസ്, വലിയ കട്ടി വാക്കുകളൊന്നും ഇല്ലാത്ത നോട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനത് എഴുതിയത് കേട്ടോ. നോക്കൂ ഞങ്ങളെ, എല്ലാത്തിൻ്റെയും മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ നേരം നിങ്ങൾക്കത് ഓർത്തിരുന്ന് പഠിച്ചുകൂടായോ? സോവറിനിറ്റി, ഇക്വാളിറ്റി, ഫ്രട്ടേർണിറ്റി, വായിക്കാൻ അറിയണോ നിങ്ങളെ? ജെൻഡർ ജസ്റ്റിസ്, സെക്യുലാരിസം പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, മതേതരത്വം തുടങ്ങിയവ. കാരണം ഇനിയുണ്ട്. അപ്പം നിങ്ങൾ ഇംഗ്ലീഷുകാരെ എക്സെട്ര കൊടുത്തോണം, മലയാളംകാർ തുടങ്ങിയവ എന്ന് കൊടുത്തോണം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ ഒന്നാമത്തെ, നമ്മൾ ഈ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ വെച്ചാണ് പറയുന്നത്. അടുത്ത് നമ്മുടെ ഭരണഘടനാ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാ? വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. എന്താ നിങ്ങളെ? വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? നോക്കിക്കേ. ഒന്നാമത്തത് പാർലമെൻ്ററി ഡെമോക്രസി. പാർലമെൻ്ററി ഡെമോക്രസി, അത് മലയാളത്തിലും അങ്ങനെ തന്നെയാണ്. പാർലമെൻ്ററി ജനാധിപത്യ ഭരണം. ഡെമോക്രസി എന്ന് വെച്ചാൽ എന്താണ്? ജനാധിപത്യം അല്ലേ? പാർലമെൻ്ററി ഡെമോക്രസി എന്ന് വെച്ചാൽ പാർലമെൻ്ററി ജനാധിപത്യ ഭരണം. പോപ്പുലർ സോവറിനിറ്റി, മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഈ സോവറിനിറ്റി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി ഇങ്ങനെയുള്ള വാക്കുകൾ ഇനി എപ്പോഴും നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. പോപ്പുലർ സോവറിനിറ്റി എന്ന് വെച്ചാൽ ജനങ്ങളുടെ പരമാധികാരം. ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ, മൗലിക അവകാശങ്ങൾ. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുകൾ, മൗലിക കടമകൾ. റൂൾസ് ഓഫ് ലോ, നിയമങ്ങൾ അല്ലേ, ഓരോ നിയമവാഴ്ച. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം എന്നൊക്കെയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങൾ. ഫെഡറലിസം എന്ന് തന്നെയാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വം എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എന്താണെന്ന് നമ്മുടെ ടെസ്റ്റിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോന്ന് പഠിക്കുമ്പോഴും ഇത് എന്തൊക്കെയാണെന്ന് നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ നല്ലപോലെ ഒന്ന് വായിക്കണേ. എന്താ പറഞ്ഞാൽ ഒന്നാമത്തെ ഞാൻ ഓടിച്ചിട്ട് വായിക്കാം. പാർലമെൻ്ററി ഡെമോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നുണ്ട്.
പിന്നോ ജനങ്ങളുടെ പരമാധികാരം എന്ന് വെച്ചാൽ രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. പിന്നെ മൗലിക അവകാശങ്ങൾ എന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. ഞാൻ ഈ വായിക്കുമ്പം നിങ്ങൾ ഇതിനകത്തിലാണ്, നിങ്ങളുടെ ഓൾറെഡി ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇംഗ്ലീഷിലും ഉണ്ട്, മലയാളം മീഡിയക്കാർക്ക് മലയാളത്തിലും ഉണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അർത്ഥം അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അത് പറഞ്ഞതേ ഉള്ളൂ. ഇത് കാരണം ഞാൻ ഈ വായിക്കുന്നതിൻ്റെ എപ്പോൾ മൗലിക കടമകൾ, ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലേ. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് വെച്ചാൽ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. നിയമവാഴ്ച എന്ന് വെച്ചാൽ എല്ലാ പൗരനും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല. പിന്നെ യൂണിവേഴ്സൽ എന്ന് വെച്ചാൽ എന്താണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ട് എന്ന് വെച്ചാൽ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് ഈ അഡൽട്ട് ഫ്രാഞ്ചൈസിനകത്തിൽ. പിന്നെ സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ അവസ്ഥയുണ്ട് അല്ലേ. അതെന്താ? നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം. പിന്നെ ഫെഡറലിസം എന്താ ഫെഡറലിസം അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ഫെഡറലിസം. നിങ്ങളുടെ പുസ്തകത്തിൽ അത് കിടപ്പുണ്ട്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളോട് ചോദിക്കും ഫെഡറലിസം എന്താണ് കേട്ടോ. മലയാളംകാർക്കും ഇംഗ്ലീഷ്മാരും നോക്കൂ നിങ്ങളെ, അവനവൻ്റെ ടെസ്റ്റിൽ തന്നെ കിടപ്പുണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അത് എഴുതിയെടുക്കാഞ്ഞത്. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ഫെഡറലിസം. എന്നാൽ സിംഗിൾ സിറ്റിസൺഷിപ്പ്, സിറ്റിസൺ എന്ന് വെച്ചാൽ എന്താ? പൗരൻ. സിംഗിൾ സിറ്റിസൺ എന്ന് വെച്ചാൽ ഏക പൗരത്വം. രാജ്യത്ത് ഒരൊറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ അല്ലേ. സംസ്ഥാനങ്ങൾക്കായി അത് പ്രത്യേക പൗരത്വം എന്നൊന്നുമില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. എന്താ? ഏക പൗരത്വം. ഓക്കെ ആണോ നിങ്ങൾ? എത്രയും ആണല്ലോ. അപ്പം നമ്മളിപ്പോൾ എത്രണ്ണം പഠിച്ചു? ഒന്നാമത്തത് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഏതെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഒരു 5 എണ്ണമുണ്ട്. 4 എണ്ണത്തിൻ്റെയെങ്കിലും സ്പെല്ലിങ് നല്ലതുപോലെ എഴുതണേ കുഞ്ഞുങ്ങളെ. ഈ സ്പെല്ലിങ്ങും അതുപോലെ മലയാളം മീഡിയം ആയാലും ഇംഗ്ലീഷ് മീഡിയം ആയാലും സ്പെല്ലിങ് തെറ്റുന്നത് ഒരു മെയിൻ. നിങ്ങൾ എഴുതിയെന്ന് പറഞ്ഞുകൊണ്ടായില്ല, ആ സ്പെല്ലിങ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ പരീക്ഷ കഴിഞ്ഞിട്ട് പറയും ഞാനെല്ലാം എഴുതി, പക്ഷേ എഴുതി വെക്കുന്നതിൻ്റെയൊക്കെ ഇതൊക്കെ സ്പെല്ലിങ് മാറിപ്പോയാൽ വേറെ അർത്ഥമായി പോകും. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ ഈ 9 എണ്ണം ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. ചിലപ്പോൾ ഇതിനകത്തിൽ ഏതെങ്കിലും 2 എണ്ണം എന്തുവാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ അറിയണം. ഇപ്പോൾ ഫെഡറലിസം ഞാൻ പറഞ്ഞില്ലേ കേട്ടോ. അതുപോലെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ എന്തോ പറയും? നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത്രയൊക്കെയാണോ കുഞ്ഞുങ്ങളെ? ഇനി അടുത്ത നമ്മുടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു? അതൊക്കെ ഒരു മാർഗിൻ്റെ. എന്താ? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതാ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കേട്ടോ. ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. അതൊക്കെ ഇനി അറിയണേ. ഫസ്റ്റ് മാസ് മൂവ്മെന്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂള്. മാസ് മൂവ്മെന്റ് എന്നാ ദ ഫസ്റ്റ് വേൾഡ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857. ഇംഗ്ലീഷും മലയാളം എഴുതിയിട്ടുണ്ട്. അടുത്ത നോക്കൂ നിങ്ങളെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. അത് ഈ ഡേറ്റ് ഒക്കെ അറിയണേ. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. ഇനി അതുപോലെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ ആക്ട് 1935. ഇനി സോഷ്യൽ ഇനിയും നിങ്ങൾ പഠിക്കുമ്പോൾ ഇതുവരെ ഉള്ളതുപോലല്ല, ഇനിയും നിങ്ങൾ പഠിക്കുമ്പോൾ ഡേറ്റുകൾ കറക്റ്റ് ഓർത്ത് വെച്ചേക്കണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് കുഞ്ഞുങ്ങൾ? ഇവിടെ ഇംഗ്ലീഷും മലയാളവും എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത് നോക്കി, ഇത് ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. ഇത് ഓർഡറിൽ തന്നെ. ഒന്നാമത്തെ എന്താ? ഇത് ഞാൻ നോട്ട് എഴുതിയത് ഓർഡറിലല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഈ അതായത് ഇതിൻ്റെ ഒന്നാമത് പറയുന്നത്, അതായത് നിങ്ങളുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. ഇതാണ് കേട്ടോ. ഭരണഘടനാ നിയമനിർമ്മാണ സഭ അല്ലല്ലോ, അതല്ല. ഏതാ? ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അല്ലേ? അതല്ലാതുള്ളത് അത് പോട്ടെ. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയുണ്ട്. ഒന്നാമത്തെ കേരളത്തിൽ. അത് നിങ്ങൾക്ക് ഓർഡറിൽ പഠിക്കണമെന്നില്ല കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് പഠിച്ചാൽ മതി. അങ്ങനെ ഓർഡറായിട്ട് പഠിക്കേണ്ട. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയുണ്ട്. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകളുണ്ട്. 321 വിഭാഗങ്ങളും 3 പട്ടികകളും ഉണ്ട്. 2 ഉണ്ട് കേട്ടോ. 10 പട്ടികകളും ഉണ്ട്. ഷെഡ്യൂൾസ് കേട്ടോ, ഷെഡ്യൂള്. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങളുണ്ട്.
കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. നമ്മൾ പഠിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ ആക്ടിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്. കുഞ്ഞുങ്ങളെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഒന്നാമത്തെ, കേന്ദ്രത്തിൽ രണ്ട് മണ്ഡല സഭ, അതായത് ബൈ കാമറൽ ലെജിസ്ലേച്ചർ അറ്റ് ദ സെൻറ്റർ. രണ്ട്, ബൈ കാമറൽ ലെജിസ്ലേച്ചർ ഇൻ 6 പ്രൊവിനൻസ്, 321 സെക്ഷൻസ് ആൻഡ് 10 ഷെഡ്യൂൾസ്, സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഓഫ് 4 വീക്കർ സെക്ഷൻസ്, വുമൺ ആൻഡ് വർക്കേഴ്സ്. ഇതിൻ്റെ എല്ലാം മലയാളം എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ വീക്കർ സെക്ഷൻസ്, വുമൺ ആൻഡ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ എന്താ, ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് വേണ്ടി ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, പ്രത്യേക മണ്ഡലങ്ങളുണ്ടായിരുന്നു അല്ലേ. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അവർ അധികാരവും വിഭജിച്ചു. പവർ ഡിവൈഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ പ്രൊവിൻസ് എന്ന് രണ്ടായിട്ട് ഡിവൈഡും ചെയ്തു എന്ന് മനസ്സിലായോ നിങ്ങളെ. ഇതിൻ്റെ ഇംഗ്ലീഷും എഴുതിയെടുക്കണം, മലയാളവും എഴുതിയെടുക്കണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തെല്ലാം. ഞാൻ ഈ പ്രധാനപ്പെട്ടത് മാത്രം എഴുതിയിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ, അത് കറക്റ്റായിട്ട് കേട്ടോ, അത് ഇതിന് ഓർഡറിൽ തന്നെ പഠിച്ചിരിക്കണം. അത് നിങ്ങളുടെ ടെസ്റ്റിലുണ്ട്, ഞാൻ എപ്പോഴും ടെസ്റ്റ് ചെയ്താണ്ട് കണ്ടോ, ഇതിന് ഓർഡറിൽ തന്നെ അത് എഴുതണം. കാരണം എന്താണ്, ആദ്യമായിട്ട് സമ്മേളനം 1946 ഡിസംബർ 9 ആരംഭിച്ചത് ആണല്ലോ. ആദ്യ സമ്മേളനം തുടങ്ങുന്നത് 1946 ഡിസംബർ 9. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് പക്ഷേ 1949 നവംബർ 26 എന്നാൽ അത് നിലവിൽ വന്നത് 1950 ജനുവരി 26. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായ ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. നിർമ്മാണത്തിന് വേണ്ടിയുള്ള കാലയളവ് അവരെടുത്ത് 2 വർഷം 11 മാസം 17 ദിവസമാണ്. അവിടെ മാസം എഴുതി അല്ലേ, 17 ദിവസമാവും നിങ്ങളിവിടെ. മൊത്തം എത്ര ദിവസം കേട്ടോ. അപ്പോൾ അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എങ്ങനെ പറയും, അതായത് ഫസ്റ്റ് മീറ്റിംഗ് 9 ഡിസംബർ 1946. ദ ഇലക്റ്റഡ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോൺസ്റ്റിറ്റ്യൂഷൻസ് അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ 26 നവംബർ 1949. came into effect on 26 Jan 1950. അതായത് ഇന്ത്യ ബിക്കം റിപ്പബ്ലിക്. ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ. ഫ്രെയിമിംഗ് പീരീഡ് എന്നായിരുന്നു ഇതിൻ്റെ നിർമ്മാണ കാലാവധി എങ്ങനെയൊക്കെയായിരുന്നു, 2 years 11 months 17 days. ഓക്കെ ആണോ നിങ്ങൾ. ഇതിൻ്റെ ഇംഗ്ലീഷും എടുക്കണം. ചോദ്യം കേട്ടോണേ, കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയെക്കുറിച്ചാണ്. തിരിഞ്ഞു പോലെ ഇതെല്ലാം കൂടെ കേട്ടോ. കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ സവിശേഷത അവരെങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതായിരുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത് നമ്മളിനി അതിനകത്തിൽ ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് പറയുന്നുണ്ടോ നിങ്ങളെ, അത് നിങ്ങളൊന്ന് വായിച്ച് വെച്ചേക്കണം. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനയിൽ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി. മറ്റു രാജ്യങ്ങൾ രൂപപ്പെട്ട ഭരണഘടനയുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇന്ത്യയുടെ വൈവിധ്യം, ചരിത്ര പാരമ്പര്യം, സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിരുന്നത്. ഓക്കെ ആണോ നിങ്ങൾ. ഇത് ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ചാണ്. ഇതെൻ്റെ കുറ്റമറ്റ ഭരണഘടനയ്ക്കായി ഇംഗ്ലീഷ് മീഡിയക്കാരൻ നോക്കിക്കോണേ കുഞ്ഞുങ്ങളെ. അപ്പം ഇത് ഇത്രയും. ഇനി നമ്മൾ ഇത് സവിശേഷതകളെക്കുറിച്ച് പഠിച്ചു. സർക്കാരുടെ കീഴിൽ നമ്മുടെ കോടതിയിൽ പ്രവർത്തിക്കും. ഈ താഴെ പറയുന്ന പ്രസ്താവന ശരിയായ ഒന്ന് അല്ലാത്തതും കൊണ്ട് തിരിച്ചെഴുതുക കേട്ടോ. അപ്പോൾ അതൊക്കെ റഫായിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരു പ്രധാനപ്പെട്ട നോക്കൂ നിങ്ങളെ. അടുത്ത കുട്ടികളുടെ അവകാശങ്ങൾ എന്തെല്ലാമാണ്.
കുട്ടികളുടെ അവകാശങ്ങൾ, ചിൽഡ്രൻസ് റൈറ്റ്. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോക്കി എഴുതിയേക്കുന്നത്, കാരണം നിങ്ങൾക്ക് നോക്കി എഴുതാനും ബാക്കിയുള്ളതെല്ലാം ടെസ്റ്റിൽ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നോക്കിയാണ് ഞാൻ എഴുതിയത്. കുട്ടികളുടെ അവകാശങ്ങൾ, ചിൽഡ്രൻസ് റൈറ്റ്. ഒന്ന്, ബാലവേല നിരോധനം, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ എന്ന് പറയണം, പ്രൊഹിബിഷൻസ് ആക്ട്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻസ് ആക്ട്, ബാലവേല നിരോധനം. ബാലനീതി നിയമം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ബാലനീതി നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അപ്പം ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷിലെ ചിൽഡ്രൻസ് റൈറ്റ് പഠിക്കണം. കുട്ടികളുടെ അവകാശങ്ങൾ കേട്ടോ, അത് 3 എണ്ണം, മിനിമം 3 എണ്ണമെങ്കിലും പഠിച്ചിരിക്കണം. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങളുടെ കാര്യം പറയുമ്പോഴാണ് അതിനകത്തിൽ പോസ്കോയെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഞാനത് വായിക്കാം നിങ്ങൾ എന്തായാലും കുട്ടികളല്ലേ, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട. കാരണം ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെസ്റ്റ് കയ്യിലുള്ളവർക്ക് ചിലപ്പോൾ ഇത് വായിച്ചാൽ എന്തുവാന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി മാത്രം അറിയാവുന്നവർ വിട്ടേക്കണം. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കതൊരു ഇതായിട്ട് തോന്നുന്നെങ്കിലും ചില രക്ഷകർത്താക്കൾക്ക് ഇത് ഒരുപാട് ഉപകാരപ്രദമാണെന്ന് പറയുന്നുണ്ട്. കാരണം അവർക്കത് പെട്ടെന്ന് അന്നേരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോസ്കോ ആക്ട് കേട്ടോ. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളിനും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു. ഈ നിയമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പോക്സോ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തമാശക്കെങ്കിലും ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം, നോട്ടം, പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം. ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് അത് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം. അലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസ് ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി മുതൽ. അപ്പോൾ ഇതിനകത്തിലും ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുന്നുണ്ട്. എന്താണ് ഈ പോസ്കോയുടെ ഫുൾ ഫോം? ഇംഗ്ലീഷ് മീഡിയക്കാർക്കാണ്. ദ പ്രൊട്ടക്ഷൻസ് ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് കേട്ടോ. അതിൻ്റെ ഒരു ഫുൾ ഫോം ചോദിച്ചാൽ എഴുതാൻ അറിയണേ. അതായത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളിൽ ലിംഗഭേദമില്ല. അതായത് നിങ്ങളുടെ ടെസ്റ്റിൽ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഉണ്ടോ നിങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വീണ്ടും അത് എഴുതാഞ്ഞത്. ഇപ്പം മലയാളത്തിൽ എഴുതിയത് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പിലാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്നൊരു നിയമമാണ് പോക്സോ. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളിനും കുട്ടിയായിട്ടാണ് അവർ പരിഗണിക്കുന്നത്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ CWPO എന്ന് പറയുന്നു. അപ്പോൾ പോക്സോയെക്കുറിച്ച് പോസ്കോ അല്ല കേട്ടോ, പോക്സോ തിരിഞ്ഞു പോവല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതാൻ നിങ്ങൾക്ക് 2 വട്ടം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്ത ടെസ്റ്റിലെ ഒരു ഇതാവും നിങ്ങളെ നോക്കിക്കേ. ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം? നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ എന്തെല്ലാം ധർമ്മങ്ങളുണ്ടെന്ന് നോക്കിക്കേ. ഇത് നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെസ്റ്റിലുണ്ടോ എന്ന് നോക്കണേ നിങ്ങൾ. എന്നിട്ട് ഇതങ്ങ് മലയാളത്തിൽ അറിഞ്ഞിരിക്കണം കേട്ടോ. എന്തെല്ലാമാണ്? പൗരരുടെ അവകാശങ്ങളും കടമകളും അവർ സ്ഥാപിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നു. നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു.
പിന്നെ സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായിട്ട് ഇത് വർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനൊരു പടം നിങ്ങളുടെ ടെസ്റ്റിലുണ്ടെങ്കിൽ ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. ഇതിങ്ങനെ ഇത്രയും തന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇനി സെപ്പറേറ്റ് എഴുതാൻ തരും. ഓക്കെ, ഇനി നോക്കി ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നാം എന്തെല്ലാം ചെയ്യണം. കുറ്റകൃത്യങ്ങൾ നമ്മൾ എങ്ങനെയും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നാണ്. എന്തെല്ലാം കുഞ്ഞുങ്ങളെ? ലഹരി വസ്തുക്കളെ അകറ്റി നിർത്തുക. സ്റ്റേ അവേ ഫ്രം ഇൻടോക്സിക്കൻ്റ് വാക്കൊക്കെ ടോക്സിക്കൻസ് കേട്ടോ, വാക്കൊക്കെ ഓർത്തോണേ. സ്റ്റേ അവേ ഫ്രം ഇൻടോക്സിക്കൻസ്, ലഹരി വസ്തുക്കളെ അകറ്റി നിർത്തുക. മാതാപിതാക്കളോട് എല്ലാ വിവരവും തുറന്നു പറയണം. സ്കൂളിൽ പോകുന്ന വഴിയോ അല്ലെങ്കിൽ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മൾ വരുന്ന ബസ്സിലോ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ നമ്മുടെ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ചേച്ചിയോടോ ചേട്ടനോടോ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചർമാരോടോ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരാളോട് നിങ്ങൾ തുറന്ന് പറയണം കേട്ടോ. അല്ലാതെ മറച്ച് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം കൂടുതൽ വഷളാകത്തേ ഉള്ളൂ. എന്ത് ഉണ്ടെങ്കിലും കഴിവതും നമ്മുടെ അച്ഛനോടും അമ്മയോടും പറയുക. അതല്ല അവരോട് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ നല്ല ബെസ്റ്റിയായിട്ടുള്ള ടീച്ചർമാർ കാണുമല്ലോ നിങ്ങളെ, ഇല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ടീച്ചർമാർ കാണുമല്ലോ. ഓപ്പണായിട്ടൊക്കെ നമ്മളോടൊന്ന് സംസാരിക്കുന്ന ടീച്ചർമാരൊക്കെ കാണത്തില്ലേ? ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ട്യൂഷൻ ടീച്ചർമാർ വല്ലതും ഉണ്ടോ? ട്യൂഷനൊക്കെ പഠിപ്പിക്കുന്ന നല്ല ടീച്ചർമാരുണ്ടോ? അല്ലെ ചേച്ചിമാരുണ്ടോ? അവരോടൊക്കെ തുറന്നു പറയാം. ആരോടും പറയാതിരിക്കരുത്. എന്ത് പ്രശ്നമാണെങ്കിലും ആരെങ്കിലും ഒരാളോട് കേട്ടോ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓപ്പൺ അപ്പ് ആൾ ദി ഇൻഫർമേഷൻ ടു ദി പേരൻസ്. മാതാപിതാക്കളോട് എല്ലാ വിവരവും തുറന്നു പറയണം. അതുപോലെ രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവരുടെ ഫോൺ നമ്പർ എന്ന് കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. മെമ്മറൈസ് ഫോൺ നമ്പേഴ്സ് ഓഫ് പേരൻസ്, ടീച്ചേഴ്സ് എക്സെട്ര കേട്ടോ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം നിങ്ങളെ. അതുകൊണ്ട് ഡു നോട്ട് വേവ് അറ്റ് ഓർ ബോർഡ് അൺഫെമിലിയർ വെഹിക്കിള്. പരിചിതമല്ലാത്ത വാഹനങ്ങൾ കാണുമ്പോൾ, ഇപ്പം നമ്മൾ ലിഫ്റ്റ് കിട്ടുവാങ്കിൽ പോകത്തില്ലേ, അപ്പുറത്തെങ്ങാനും പോകണമെന്നുണ്ടെങ്കിൽ റോഡിലോട്ട് നിന്നിട്ട് ബൈക്കിലോ അല്ലെങ്കിൽ കാറോ ഓട്ടോയോ ഒക്കെ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ ഒന്ന് കൈ കാണിച്ചിട്ട് കയറി പോകാൻ നോക്കും. പക്ഷേ മുതിർന്നവർ പോകുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ കൈ കാണിച്ച് അങ്ങനെ കയറി പോകരുത് ഒരിക്കലും. നിങ്ങളുടെ വണ്ടി വന്നതിന് ശേഷമേ കയറിപ്പോകാവൂ കേട്ടോ. അത് വലിയ അപകടമാണ് അങ്ങനെ കയറി പോകുന്നത് കേട്ടോ കുഞ്ഞുങ്ങളെ. പരിചിതമല്ലാത്ത വാഹനങ്ങളിൽ കൈ കാണിക്കുകയോ കയറുകയോ ചെയ്യരുത് കേട്ടോ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇച്ചിരി താമസിച്ചാലും വേണ്ടിയില്ല, സ്കൂളിലോ എവിടെ ആണെങ്കിലും ഇച്ചിരി താമസിച്ചാലും 5-10 മിനിറ്റ് താമസിച്ചാലും വേണ്ടിയില്ല, നിങ്ങൾ അങ്ങനെ ഒരു കാരണവശാലും വണ്ടിയിൽ എങ്ങനെ ലിഫ്റ്റ് ആരോടെങ്കിലും കൈ കാണിച്ചോ അല്ലെങ്കിൽ അപ്പുറത്ത് ഇറക്കിയേക്കാം, ഞാൻ നിങ്ങളുടെ അമ്മയുടെ കൂട്ടുകാരിയാ അല്ലെ അച്ഛൻ്റെ ഫ്രണ്ടാ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമുക്ക് ടീച്ചറിനോട് പറഞ്ഞാൽ മതി, ടീച്ചർ ഇതുപോലെ എൻ്റെ ബസ് വരാൻ താമസിച്ചു എന്ന് പറഞ്ഞാൽ മതി. എവിടെ പോകാനാണെങ്കിലും ഒരു 5 മിനിറ്റ് താമസിച്ചോട്ടെ എന്ന് വിചാരിച്ചൊരു ആപത്തിൽ കൊണ്ട് തലയിടരുത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മിനിമം ഞാൻ 4 എഴുതിയിട്ടുള്ളൂ. ഇഷ്ടംപോലെ ഉണ്ട് എഴുതാൻ. മിനിമം ഇത്രയും പഠിക്കണം കുഞ്ഞുങ്ങളെ. ഞാൻ എത്രത്തോളം നോട്ട് ചുരുക്കി എഴുതാവോ അത്രത്തോളം ചുരുക്കിയാണ് എഴുതുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത്രയും പഠിക്കാൻ നിങ്ങളെ കൊണ്ട് ഒക്കത്തുള്ളൂ എന്ന് വിചാരിച്ചാണ് ഞാൻ ചുരുക്കി എഴുതുന്നത്. അപ്പം ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് ഞാൻ എഴുതുന്നത്. അപ്പം ഇത് ഇത്രയും നിങ്ങൾക്ക് സംശയം ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ. പിന്നെ അതുപോലെയാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അത് ഓൾറെഡി നമ്മുടെ ടെസ്റ്റ് തന്നിട്ടുണ്ട്. നോക്കിക്കേ, വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കപ്പെട്ടത്, അത് പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കും. 2002 86-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി മാറ്റിയത്. ഈ വ്യവസ്ഥയിൽ ഭരണഘടനയിൽ 21A, അതൊക്കെ ഒരു മാർക്കിന് ചോദിച്ചിരിക്കുന്ന കണ്ട് കേട്ടോ, 21A ഉണ്ട്. ഈ വ്യവസ്ഥയിൽ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുമുണ്ട്. ഈ ഭേദഗതി അനുസരിച്ചാണ് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 എന്ന് പറയുന്നത്. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് ഈ പ്രസ്തുത നിയമം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാണെന്ന്. അതുപോലെ ചെറു ഭരണഘടന 1976 42-ാം ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിട്ടുണ്ട്. സുപ്രധാന നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിളിക്കുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഇതിനെല്ലാം കൂടെ
സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയ ഭേദഗതിയെ എല്ലാം കൂടെ പറയുന്നതാണ് ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് വായിച്ച് നിങ്ങൾ ഇത് 1-2 ഫില്ലപ്പിനൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. എന്താ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ളത്, അത് ഏത് ഭരണഘടനയിലാണ്? 2002 86 ഭേദഗതിയാണ്. പിന്നെ ഏത് ഭരണഘടന 22A വകുപ്പ് പ്രകാരമാണ് എന്നാണിത് വന്നതെന്നൊക്കെ ഇത് നല്ലപോലെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ ആണോ? അപ്പം ഏകദേശം അത്രയെങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചിരിക്കണം കുഞ്ഞുങ്ങളെ. നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ നേരിടുന്ന വിവിധതരം വെല്ലുവിളികൾ ഏതൊക്കെയാണെന്നും കൂടെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ നമ്മൾ നിയമങ്ങൾ പലതും നടപ്പാക്കുമ്പോൾ നേരിടുന്ന വിവിധതരം വെല്ലുവിളികൾ, ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ, പലർക്കും പല രീതിയിലുള്ള താല്പര്യങ്ങളാണ് അല്ലേ, ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു 2 പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ എന്തൊക്കെ വേണമെന്നും കേട്ടോ, നിയമങ്ങൾ അതിന് നേരിടുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു 2 പഠിച്ചു വെച്ചേക്കണം. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഈ ചാപ്റ്റർ ഏകദേശം ഇത്രയേ ഉള്ളൂ. നമ്മൾ മൊത്തം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളിത് വൃത്തിയായിട്ട് പഠിച്ചിട്ട് വേണം പഠിക്കണം കേട്ടോ. ഇത് 3ാമത്തെ ചാപ്റ്ററിലെ വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങൾക്കിത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഷെയറും ചെയ്യണേ കുഞ്ഞുങ്ങളെ. അതുപോലെ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.